ഹലോ ആൻഡ് വെൽക്കം. ഈ വീഡിയോയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. F-35 എന്ന് പറയുന്ന അമേരിക്കയുടെ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റിനെ കുറിച്ച് നമുക്ക് അല്പം കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ ഈ കഴിഞ്ഞ സമയത്ത് വിസിറ്റ് ചെയ്തപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സെയിൽസ് പിച്ച് പോലെ ഒരു ഇൻഫോർമലായിട്ടുള്ളൊരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. അതായത് അമേരിക്ക അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് F-35 നൽകുവാൻ തയ്യാറാണ്. നിങ്ങൾ അത് വാങ്ങിക്കുവാൻ തയ്യാറാണോ? ഡീൽ ഓർ നോട്ട് ഡീൽ എന്നുള്ള ചോദ്യമാണ് ട്രംപ് മോഡിക്ക് മുന്നിലോട്ട് തെരഞ്ഞെടുത്തത്. അപ്പം അന്ന് മുതൽ ഇന്ത്യയിലും പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒക്കെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ F-35 ഫൈറ്റർ എയർക്രാഫ്റ്റ് അമേരിക്കയിൽ നിന്ന് മേടിക്കുമോ? ഇന്ത്യക്ക് മേടിക്കണം. ഇന്ത്യക്കത് മേടിക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടോ? അമേരിക്ക നമുക്ക് വിശ്വസിക്കാമോ? അമേരിക്ക നമ്മുടെ ഒപ്പം നിൽക്കുമോ? അമേരിക്കയുടെ പല രീതിയിലുള്ള ചരിത്രങ്ങളും, അതായത് വർത്തമാനകാലത്തെ ചരിത്രമല്ല, സംഭവങ്ങളും, അല്ലെങ്കിൽ അമേരിക്കയുടെ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആംസ് അവർ കൊടുക്കുന്ന രാജ്യങ്ങളുമായിട്ട് അവർക്കുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ ഇത് വാങ്ങിക്കണോ? ഇന്ത്യ വാങ്ങിക്കുമോ? ഇന്ത്യ വാങ്ങിച്ചാൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സെക്യൂരിറ്റി സുരക്ഷാ ഭാവികൾ എന്തായിരിക്കും? അമേരിക്കയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ടും അടിയറവ് പറയുകയാണോ? അമേരിക്ക പറയുന്നത് പോലെ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ആവശ്യം വരുമ്പോൾ നമുക്ക് സ്വന്തമായി തീരുമാനമെടുത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള പല ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്, തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ട്രംപ് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റാണ്, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ബ്രാൻഡാണല്ലോ അമേരിക്കൻ പ്രസിഡൻസ് ആണല്ലോ. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും പറയുമ്പോൾ അത് ഇൻഫോർമലായാലും ഫോർമലായാലും ഉത്തരവാദിത്വം ഇല്ലാതെ ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്തെ ബിഹൈൻഡ് ദ സീനിൽ ഏതെല്ലാം തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ചെലവലുകൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇന്ത്യ ഭാവിയിൽ F-35 മേടിക്കുവാൻ തയ്യാറാകുമോ? കുറച്ചെങ്കിലുമൊക്കെ ഇപ്പോൾ റഫേൽ മേടിച്ച പോലെ തന്നെ 10-40 ഒക്കെ മേടിക്കാൻ തയ്യാറാകുമോ എന്നൊക്കെയുള്ളൊരു വളരെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് ഏറ്റവും ലോകത്തെ സൂപ്പർ പവറായിട്ടുള്ള അമേരിക്കയുടെ പവർഫുൾ പേഴ്സൺ ഓൺ ദി എർത്ത് എന്നൊക്കെ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും ഇറസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്തമില്ലാതെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും പറയത്തില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു അനൗൺസ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ളതല്ല, കാരണം അനൗദ്യോഗികമായിട്ടാണ്. ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്, നിങ്ങൾ മേടിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് F-35 തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 2018 അമേരിക്കയുടെ പസഫിക് കമാൻഡിന്റെ അഡ്മിറൽ ഫിലിപ്പ് എസ് ഡേവിഡ്സണും ഇതുപോലെ തന്നെ ഒരു ഇൻഫോർമൽ അനൗൺസ്മെന്റ്, അതെ, F-35 ഇന്ത്യക്ക് നൽകാൻ കുഡ് ബി ഓഫേർഡ് ടു ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അമേരിക്ക വിൽക്കാൻ സാധിക്കും എന്നുള്ളൊരു ഇൻഫോർമൽ അനൗൺസ്മെന്റ് പസഫിക് കമാൻഡിന്റെ അന്നത്തെ അഡ്മിറൽ ഹെഡ് ഫിലിപ്പ് എസ് ഡേവിഡ്സൺ എന്നൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പ്രസിഡന്റിന്റെ ഈ ഒരു ഓഫർ ആദ്യത്തെ ഓഫർ ഒന്നുമല്ല, ഇൻഫോർമൽ ആയിട്ടുള്ള. അപ്പം അമേരിക്കയുടെ പല ഭാഗത്തു നിന്നും ഈവൻ ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിനും ഇന്ത്യയായിട്ട് പലതരത്തിലുള്ള ഡിഫൻസ് ടൈപ്പ് ഉണ്ട് അവർക്ക്. കാരണം അവരിൽ നിന്ന് നമ്മൾ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സും ആയുധങ്ങളും അല്ലെങ്കിൽ ഡിഫൻസ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് വളരെ 10-30 വർഷത്തെ കൊളാബറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും പറയുന്നുണ്ട് ഇന്ത്യക്ക് ലേറ്റസ്റ്റ് ഈ സ്റ്റെൽത്ത് ഫൈറ്റർ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണ്, താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആമുഖം നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു
ഗവൺമെന്റ് ഒരു തരത്തിൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നും ഒരു തലത്തിൽ നിന്നും ഇതിനെക്കുറിച്ച് ഇത് നമ്മൾ വാങ്ങിക്കുവോ വാങ്ങിക്കത്തില്ലയോ, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നായിരിക്കുമോ നമ്മൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നായിരിക്കുമോ നമ്മൾ മേടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു രീതിയിലുള്ള പ്രസ്ഥാനങ്ങളൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തില്ല. കാരണം അത് തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ലല്ലോ. കാരണം ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ടുള്ള, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ഈ തീരുമാനങ്ങൾ, ഇൻഫർമേഷൻ ഒക്കെ ആയതുകൊണ്ട് അതിന്റെ അവസാന സ്റ്റേജുകളിൽ മാത്രമേ നമ്മൾ തീർച്ചയായിട്ടും പുറം ലോകം ഇതിനെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ അവസ്ഥ ഇപ്പോൾ നമുക്കൊരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇല്ല. പക്ഷെ നമ്മളുടെ തൊട്ടടുത്തുള്ള രണ്ട് രാജ്യങ്ങൾ, ചൈന, പാകിസ്ഥാൻ. ചൈന ഇത് നിർമ്മിച്ചിട്ടുണ്ട്. ചൈനയുടെ കയ്യിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അവര് ഉണ്ടെങ്കിൽ തന്നെയും റഷ്യയുടെയും അമേരിക്കയുടെയും അത്രയ്ക്ക് ടെക്നോളജിക്കൽ സുപ്പീരിയറിറ്റി അവർക്കില്ല. പക്ഷേ അത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ആ നിർമ്മിച്ച സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ ഒരു കൊണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള നമ്മളുടെ അത്ര നമുക്ക് അത്രയ്ക്ക് അനുകൂലമല്ലാത്ത രണ്ട് രാജ്യങ്ങൾ ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഫിഫ്ത്ത് ജനറേഷൻ ഈ പറഞ്ഞ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഒന്നും തന്നെ നമ്മുടെ കൈകളിലില്ല. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് നമ്മുടെ എയർഫോഴ്സിന് ഇപ്പം വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്നുള്ളത്. ഒന്നുകിൽ നമ്മൾ അതുള്ള ആൾക്കാരുടെ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി നിർമ്മിക്കുക. സ്വന്തമായി നിർമ്മിച്ച് നമ്മുടെ ഫോഴ്സിൽ അത് ഇൻഡക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറേ സമയമാവും. അപ്പം ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ ഉണ്ടായി തന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വാങ്ങിക്കുക എന്നുള്ളത് ഏത് രാജ്യത്തെ സംബന്ധിച്ചും അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം ഏത് രാജ്യവും ഇതുപോലുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ടുള്ള ആയുധങ്ങളുടെ പർച്ചേസുകൾ ഏത് രാജ്യമായാലും ശരി, അതിപ്പോൾ ഇന്ത്യ ആയാലും ശരി, പാകിസ്ഥാനായാലും ശരി. ഇപ്പം പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് മേടിച്ചാൽ തന്നെ അവർ അതിൻ്റെ ഒത്തിരി പ്രോസസ്സുകളിൽ കൂടെ പോയിട്ട് മാത്രമേ അതിനെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അല്ല പെട്ടെന്ന് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ആയുധങ്ങൾ ഒരിക്കലും പെട്ടെന്ന് ഒരു പ്രൊപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരു രാജ്യം മേടിക്കത്തില്ല. ഇപ്പം ജപ്പാനും അമേരിക്കയും തമ്മിൽ അവരുടെ ഏറ്റവും വലിയ അലൈസാണ്. പക്ഷേ ജപ്പാൻ പോലും അമേരിക്കയിൽ നിന്ന് ഇതുപോലുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കത്തില്ല മേടിക്കുന്നത്. അതിനകത്തിൽ ഒത്തിരി പഠനങ്ങളും, അല്ലെങ്കിൽ ഒത്തിരി അവരുടെ കമ്മിറ്റികളെ ഫോം ചെയ്ത റിപ്പോർട്ടുകളും, അവരുടെ ഫോഴ്സിൻ്റെ ഒക്കെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നോക്കിയിട്ട് അവരുടെ ഭരണതലത്തിലൊക്കെ പലതരത്തിലുള്ള പ്രോസസ്സുകൾ കൂടെ ഇത് പോയതിനു ശേഷം മാത്രമേ ഫൈനലായിട്ടൊരു ഡിസിഷൻ ഏത് രാജ്യം എടുക്കത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ത്യയിൽ ഇക്കാര്യങ്ങളൊക്കെ വളരെ ഒച്ചഴയുന്ന വേഗത്തിലാണ് പൊതുവെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിലെ ഇതൊക്കെ പ്രോസസ്സൊക്കെ വളരെ സ്ലോ ആണ്. അപ്പം അത് ചിലപ്പം ട്രംപിനെ പോലുള്ള പ്രസിഡന്റിനെ അത് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പം റഫേലിൻ്റെ ഡീല് തന്നെ നമുക്കറിയാം, നമുക്ക് 126 ഫൈറ്റർ എയർക്രാഫ്റ്റ് നമ്മുടെ എയർഫോഴ്സിന് വേണ്ട സ്ഥാനത്താണ്. 15 വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഫ്രാൻസിൽ നിന്ന് 36 റഫേൽ മേടിക്കാനുള്ള തീരുമാനം. മോഡി സർക്കാർ വന്നതിന് ശേഷമാണ് അത് സ്പീഡപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കും. അതുപോലെ തന്നെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് MRF എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ 2019 പ്രൊപ്പോസ് ചെയ്തതാണ്. പക്ഷേ അത് ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളൊരു വിചിത്രമായ കാഴ്ച. നമ്മുടെ സേനയുടെ എയർഫോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴും ബിസിനസ് ആസ് യൂഷ്വൽ, സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അതിനകത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇന്ത്യ F-35 മേടിക്കുകയാണെങ്കിൽ നമ്മൾ റഫേൽ മേടിച്ച ആ രീതിയിൽ തന്നെ ആയിരിക്കും. ഗവൺമെൻറ് ഡീല് അല്ലെങ്കിൽ മറ്റേ ഇടനിലക്കാരൊന്നും ഇല്ലാതെ തന്നെ ആയിരിക്കും നമ്മളത് മേടിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചൊന്നും തീരുമാനങ്ങളൊന്നും ആയില്ല. നമ്മൾ F-35 മേടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മേടിക്കാൻ തീരുമാനിച്ചാൽ തന്നെ എത്ര F-35 ആണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. നമുക്ക് ആവശ്യം വേണ്ട സ്ക്വാഡ്രൺ പോലും ഇത് ഇന്ത്യക്കില്ല എന്നുള്ളൊരു പച്ച യാഥാർത്ഥ്യം, അല്ലെങ്കിൽ പരമ സത്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ F-35ൻ്റെ ലോക്ഹീഡ് മാർട്ടിനാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അവരും ട്രംപിൻ്റെ ഈ ഒരു പ്രൊപ്പോസലിനെ ഇനിഷ്യേറ്റീവിനെ അത് വെൽക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും 42 സ്ക്വാഡ്രണെങ്കിലും വേണ്ട സ്ഥലത്ത് ഇപ്പം 32 സ്ക്വാഡ്രൺ കഷ്ടിച്ചേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് വളരെ അധികം, കാരണം മറ്റ് രാജ്യങ്ങൾ, നമ്മളുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ചൈനയും പാകിസ്ഥാനും ഒക്കെ
ആ ഒരു മേഖലയിൽ അവർ വളരെ മുൻപിലാണ്. ഇപ്പോൾ ഇന്ത്യയെക്കാളിലും വളരെ മുൻപിലാണെന്ന് പറയാം പാകിസ്ഥാൻ്റെ എയർഫോഴ്സ്. ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അവർക്ക് ഉള്ളതുകൊണ്ട്. ഇന്ത്യക്ക് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇല്ല ഇപ്പോൾ, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഇല്ല, ഒന്നും തന്നെയില്ല. അപ്പം അങ്ങനെയൊരു വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സേന ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഇതിനകത്തിൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ്, ടെക്നോളജിക്കലി വളരെ മുമ്പിൽ നിൽക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള പ്രൈസ് കൂടും. ക്വാളിറ്റിയിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ആദ്യമായി നമ്മുടെ സേനയിലേക്ക് ഒരു പുതിയ പ്ലാറ്റ്ഫോം, എൻ്റെ കയ്യിൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു പുതിയ പ്ലാറ്റ്ഫോം ഒരു രാജ്യത്തുനിന്ന് പുതിയതായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ്, നമ്മൾ സേനയിലേക്ക് നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒത്തിരി സമയമെടുക്കും. തീർച്ചയായിട്ടും ഇത് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് നമ്മുടെ സേനയുടെ ഒരു ഭാഗമായി മാറാൻ തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഒട്ടുമേ ഇട്ടിട്ടില്ല നമ്മൾ. അപ്പോൾ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമല്ല ഇത് തീർച്ചയായിട്ടും മേടിക്കുവാനോ അല്ലെങ്കിൽ മേടിക്കുവാനുള്ള എഗ്രിമെൻറ്റുകൾ, കരാറുകൾ സൈൻ ചെയ്യുകയും പിന്നെ അതിനുശേഷം അവരത് മാനുഫാക്ചർ ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്യുകയും, ഡെലിവറി ചെയ്താൽ തന്നെ അത് നമ്മുടെ സേനയിലേക്ക് ഫുള്ളി ഇൻഡക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇനിയും വർഷങ്ങൾ ഒത്തിരി എടുക്കും. അപ്പോൾ ഇന്ത്യയിലാകുമ്പോൾ നമുക്കറിയാം എത്ര വർഷങ്ങൾ എടുക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചുമ്മാ ഒന്ന് ഊഹിക്കാമെന്നില്ല നമുക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് സിംഗിൾ സീറ്റാണ്, സിംഗിൾ എഞ്ചിനാണ്, സൂപ്പർസോണിക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്. ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂട്ടിലിറ്റിയാണ്, റോളാണുള്ളത്. പിന്നെ അറ്റാക്ക് ഉണ്ട്, അതുപോലെ തന്നെ എനിമിയുടെ എയർ ഡിഫൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഒഫൻസീവും ഡിഫെൻസീവും ഉണ്ട്. ആൻറ്റി സർഫസ് വാർഫെയറിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്ട്രൈക്ക് കോർഡിനേഷനും റെക്കണൈസൻസ് സർവലൻസിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ മൾട്ടി റോൾ ഫങ്ഷൻ ഉള്ള ഒരു അത്യാധുനിക ഫൈറ്റർ എയർക്രാഫ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ F-35 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ക്വാളിറ്റിയിലും അല്ലെങ്കിൽ ഫങ്ഷണൽ സുപ്പീരിയറ്റിലും നമുക്ക് ഒരു ഇതിലും അതിനെ കോൺടെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. റഷ്യയുടെ കയ്യിൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് റഷ്യക്ക് പോലും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അറ്റാക്കിനും സർവലൻസിനും ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ഒരു വളരെ സുപ്പീരിയർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഇതിന് 3 വേർഷൻസ് ഉണ്ട് F-35. F-35A ഉണ്ട്, F-35B ഉണ്ട്, F-35C ഉണ്ട്. F-35A എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ആണ്. F-35B എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിംഗ്. അതുപോലെ തന്നെ F-35C എന്ന് പറഞ്ഞാൽ നമ്മുടെ നേവൽ വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ, എയർക്രാഫ്റ്റ് കാരിയറിനൊക്കെ വേണ്ടി നിർമ്മിക്കുന്നത്. ഇപ്പോൾ റഫേലിൻ്റെ നമ്മൾ മറൈൻ വേർഷൻസ് നമ്മൾ മേടിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ F-35C എന്ന് പറയുന്നത് മറൈൻ വേർഷനാണ് ശരിക്കും പറഞ്ഞത്. F-35A 3 വേർഷനുള്ളത്, F-35A, F-35B. F-35A എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ളത്. F-35B എന്ന് പറഞ്ഞാൽ ഇച്ചൂടെ അതിനേക്കാളിൽ സോഫിസ്റ്റിക്കേറ്റഡ് ഉള്ളതാണ്. F-35C എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മറൈൻ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കാരിയർ വേരിയൻ്റ് ആണത്. F-35Bയും സിയും നേവിക്കും അതുപോലെ തന്നെ മറൈൻ ഫോഴ്സിനും ഒക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് F-35A ആയിരിക്കും നമ്മൾ മേടിക്കാൻ പോകുന്നത്. കാരണം അതാണ് എയർഫോഴ്സിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ 19 രാജ്യം ഇതുവരെ ഈ F-35ൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എഗ്രി ആയിട്ടുണ്ട്. ഒന്നുകിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എഗ്രി ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും നേറ്റോ അലൈസ് ആണ്, അമേരിക്കയുടെ നേറ്റോ അലൈസ് ആണ് യൂറോപ്പിലുള്ള. പിന്നെ ഇസ്രായേൽ ഉണ്ട്, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇതെല്ലാം അമേരിക്കയുടെ ഏറ്റവും അടുത്ത അവരുടെ ക്ലോസ് റിലേഷനിൽ വരുന്ന അല്ലെങ്കിൽ ആംഗ്ലോ അമേരിക്കൻ സ്പിയറിൽ വരുന്ന രാജ്യങ്ങളാണ് ഇസ്രായേൽ ആയാലും സിംഗപ്പൂർ ആയാലും സൗത്ത് കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അമേരിക്കൻ സേനയിൽ തന്നെ ഇത് വൻതോതിൽ ഇൻഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ തൽക്കാലം മനസ്സിലാക്കണ്ട. ഇതിൻ്റെ പൊതുവെയുള്ള ചില കാര്യങ്ങൾ എന്താണ് മാത്രം നമുക്ക് മനസ്സിലാക്കാം. ഇതിന് ടെക്നിക്കൽ ചലഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫുൾ പ്രൂഫ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇത് പലയിടത്തും ക്രാഷ് ആയിട്ടുണ്ടെന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു എൻജിനും ഒരു ടെക്നോളജിയും ഒരു മെഷീനും ഫുൾ പ്രൂഫ് അല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ പറഞ്ഞത്. മനസ്സിലായില്ല? എയർക്രാഫ്റ്റ് ആണ്, എൻജിനാണ്, ക്രാഷ് ഉണ്ടാകാം, ആക്സിഡൻറ്റ് ഉണ്ടാകാം. അപ്പോൾ ഒന്നും ഫുൾ പ്രൂഫ് അല്ല. F-35 ആയാലും ശരി, റഷ്യ ഉണ്ടാക്കുന്നതായാലും ശരി, ഫ്രാൻസിൻ്റെ റഫേൽ ആയാലും ശരി, ഒന്നും ഫുൾ പ്രൂഫ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ ഉള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അതായത് നമുക്ക് എന്താണ് പറയുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ നോക്കാം. ഏത്
ടെക്നോളജി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആയാലും ശരി, അതിനെല്ലാം അതിൻ്റെ ആയിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വേറെ ചില ടെക്നിക്കൽ വശങ്ങളാണ്. നമുക്ക് അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഇതിൻ്റെ കോസ്റ്റാണ്. ഹൗ മച്ച് കോസ്റ്റ്, കാരണം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്, മനസ്സിലായല്ലോ. അപ്പം പെൻറ്റഗണിൻ്റെ സെലക്റ്റഡ് അക്വിസിഷൻ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഒരു F-35 സിംഗിൾ ഫൈറ്ററിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 62.2 മില്യൺ ഒരെണ്ണത്തിൻ്റെ വിലയാണ്. 62.2 മില്യൺ മുതൽ 77.2 മില്യൺ വരെ ആകാം, മനസ്സിലായില്ലേ. പിന്നെ ചില റിപ്പോർട്ട് പറയുന്നത് അത് 80 മില്യൺ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അമേരിക്കയിൽ നിന്നൊരു എയർക്രാഫ്റ്റ് മേടിക്കുകയാണെങ്കിൽ അത് നമുക്കില്ല മൊത്തം പാക്കേജ് അല്ല ശരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ അതിനകത്തുള്ള മൊത്തം സിസ്റ്റം, വെപ്പൺസും മറ്റേതും മറിച്ചതും എല്ലാം നമ്മൾ അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റ് വളരെ കൂടും. അപ്പോൾ ഇതിൻ്റെ ബേസ് പ്രൈസാണ്. നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസ് പ്രൈസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള അതിൻ്റെ മറ്റു രീതിയിലുള്ള എന്താണ് പറയുന്നത് എക്സ്ട്രാ ഒക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് അതിൻ്റെ വില കൂടുന്ന പോലെ തന്നെ ഇതിൻ്റെ ബേസ് പ്രൈസാണ് ഈ പറഞ്ഞ ഒരു അസസ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ എക്സ്ട്രാ ഫീച്ചേഴ്സ്, മോഡലും എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ ഒക്കെ കണക്കിലെടുത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വില വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. 100 മില്യന് മേളിൽ പോകാനുള്ള സാധ്യത തന്നെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റ് ആണെന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് ടെക്നോളജിക്കൽ സുപ്പീരിയറിറ്റി ഉണ്ട് അതിൽ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അഡീഷണൽ എക്സ്പെൻസ് മെയിൻ്റനൻസിനും പൈലറ്റ് ട്രെയിനിങ്ങിനും അതുപോലെ തന്നെ സ്പെയർ പാർട്സിനും ഒക്കെ ഉള്ള എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് F-35 ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ്, എക്സ്പെൻസീവാണ്. ഓരോ ഫ്ലൈറ്റ് അവറിനും ഏകദേശം $36,000 ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യ ഇത് വാങ്ങിച്ച് നമ്മുടെ സേനയിൽ ഇത് ഇൻഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് എന്തുമാത്രം ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത്, കാരണം മുന്നോട്ട് ഒത്തിരി വർഷങ്ങൾ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുണ്ടായി, 10, 20 അല്ലെങ്കിൽ 30 വർഷമൊക്കെ നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം നമ്മൾ ഇപ്പം 40 എണ്ണം തൽക്കാലത്തേക്ക് മേടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വലിയൊരു 100 എണ്ണോ അല്ലെങ്കിൽ 100 എണ്ണം എന്തെങ്കിലും മേടിക്കാൻ പറ്റത്തില്ല ഇന്ത്യക്ക് തൽക്കാലം. ഇന്ത്യയുടെ പെട്ടെന്നുള്ള റിക്വയർമെൻറ്റ്, കാരണം അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും 5th ജനറേഷൻ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ സ്ക്വാഡ്രൺ നമുക്ക് മിനിമം ഒരു സ്ക്വാഡ്രണെങ്കിലും ഒരു 40 എണ്ണമെങ്കിലും മിനിമം ഒരു സ്ക്വാഡ്രൻ്റെ നമ്പർ എനിക്കറിയത്തില്ല, എത്ര ഒരു സ്ക്വാഡ്രനകത്ത് എത്ര ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ടെന്നുള്ള എനിക്കറിയത്തില്ല. എന്നാലും ഒരു മിനിമം ഒരു സ്ക്വാഡ്രണെങ്കിലും നമുക്ക് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് വളരെ പിന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും ഫൈറ്റർ ഇപ്പോൾ 40 എണ്ണമെങ്കിലും നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിനെ തീറ്റിപ്പോറ്റുവാൻ എന്തുമാത്രം നമുക്ക് ചെലവഴിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് തീർച്ചയായിട്ടും അത് വളരെയധികം എക്സ്പെൻഡിച്ചർ അടങ്ങുന്ന വലിയൊരു പാക്കേജാണ്. അതുകൊണ്ട് ഇന്ത്യൻ സർക്കാർ അത് എത്രത്തോളം ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പല രാജ്യങ്ങളും അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെവലപ്മെൻറ്റും പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ പിന്നെ സൗഹൃദ രാജ്യങ്ങളുമായിട്ട് പങ്കിട്ടണം. അമേരിക്ക ഒറ്റയ്ക്കല്ല ഇതിനകത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതല്ല, ഏകദേശം 8 രാജ്യങ്ങളോളം. അത് പ്രധാനമായിട്ടും ബ്രിട്ടൻ, അതായത് യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, നോർവേ, ഇറ്റലി, ടർക്കി, ഓസ്ട്രേലിയ. അപ്പോൾ അവരാണ് ആദ്യം ഇനിഷ്യലായിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് F-35 പ്രോഗ്രാമിനകത്ത്. അപ്പോൾ അത് അവർ രാജ്യങ്ങൾ തമ്മിലൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അത് സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് പാർട്ണർ, പ്രൊഡക്ഷൻ, സസ്റ്റെയിൻമെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഫോളോ അപ്പ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ നമുക്കറിയാം നേറ്റോ രാജ്യങ്ങളാണ് ശരിക്കും. യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള യുണൈറ്റഡ് കിങ്ഡത്തിനാണ്. അപ്പോൾ ഈ ഇത്രയും രാജ്യങ്ങളാണ് അതിനകത്തിൽ ആദ്യമായിട്ട് ഇനിഷ്യലി പങ്കെടുത്തത്. അപ്പോൾ ഈ 8 രാജ്യങ്ങൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലാണ് അവരുടെ കോൺട്രിബ്യൂഷൻ വന്നത്. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫണ്ടിങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം. അപ്പം ഓരോ രാജ്യത്തിനും ഓരോ റോളാണ് നിൽക്കുന്നത്. ഈ 8 രാജ്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള റോളാണ്. ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞ രാജ്യം ഇതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു റോളായിരിക്കും, ഡെൻമാർക്കിന് വേറെ റോളായിരിക്കും, നെതർലൻഡ്സിന് വേറെ റോളായിരിക്കും,
ഒരു രാജ്യത്തായിരിക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉള്ളത്, വേറെ രാജ്യത്തായിരിക്കും വേറെ രാജ്യമായിരിക്കും ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ ഇതിന് ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ F-35 മാനുഫാക്ചറിങ്ങിന് 3 തലത്തിലാണ്, 3 ലെവൽസ് ആണ്. അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നത്? അത് എമൗണ്ട് ഓഫ് മണി ഒരു രാജ്യത്തിന്, ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ എത്രമാത്രം അതിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് പിന്നെ ഈ ലെവൽ തീരുമാനിക്കുന്നത്. അപ്പം 3 ലെവലാണുള്ളത്: ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അപ്പം ലെവൽ 1-ലുള്ള രാജ്യങ്ങൾ ആണ് ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അമേരിക്കയാണ് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എയർക്രാഫ്റ്റിന്റെ റിക്വയർമെന്റ്സിലും ഡിസൈനിലും, അതുപോലെ തന്നെ ഈ ടെക്നോളജി പൂർണ്ണമായിട്ടും ആക്സസ് ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഈ ഹയർ ലെവലുള്ള രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ലെവൽ 1 പാർട്ട്ണറിന് എന്താണ് അവർ പറയുന്ന മാനദണ്ഡം? 10% എയർക്രാഫ്റ്റിന്റെ ഡെവലപ്മെന്റിന്റെ 10% ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പം അവർക്ക് തീർച്ചയായിട്ടും ഒരു ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ഓഫീസ് സ്റ്റാഫും, അതുപോലെ തന്നെ ഒരു നാഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ലെവലിൽ ഒരു നാഷണൽ ഡെപ്യൂട്ടി ഒക്കെ ഉണ്ടായിരിക്കും. ഇനിയും ഈ ലെവൽ 1-ൽ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ യുണൈറ്റഡ് കിങ്ഡം മാത്രമേ ഉള്ളൂ ലെവൽ 1 പാർട്ട്ണർ എന്ന് പറഞ്ഞത്. അപ്പോൾ ലെവൽ 1 പാർട്ട്നേഴ്സ് പറഞ്ഞാൽ അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിട്ടുള്ള റോൾ ഉള്ളത് ബ്രിട്ടനാണ്, യുണൈറ്റഡ് കിങ്ഡത്തിനാണ്. അത് കഴിഞ്ഞ് ഇറ്റലി, നെതർലാൻഡ്സ് ലെവൽ 2 പാർട്ട്നേഴ്സാണ്. അവർ 1 ബില്യനും 800 മില്യനും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റലി $1 ബില്യൺ, നെതർലാൻഡ്സ് $800 മില്യൺ. പിന്നെ ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, നോർവേ, കാനഡ, ടർക്കി ഉണ്ട്. ടർക്കിയുടെ പേര് മുമ്പ് നമ്മൾ മേളിൽ പറഞ്ഞില്ലായിരുന്നു. ലെവൽ 3 പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഇവർ 125 മില്യൺ മുതൽ 175 മില്യൺ വരെയാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇവർക്കിനകത്തിൽ ലീസ്റ്റ് റോളാണ് ഈ രാജ്യങ്ങൾക്ക്, ലെവൽ 3 രാജ്യങ്ങൾക്കുള്ളത്. ബ്രിട്ടനാണ് ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് റോളുള്ളത്. ഫ്രാൻസും ജർമ്മനിയൊന്നും ഇതിനകത്തിലില്ല കേട്ടോ. അപ്പം ടർക്കിക്ക് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടർക്കി ഇടയ്ക്ക് റഷ്യയുടെ നിന്ന് പോയിട്ട് S-400, അതായത് നമ്മൾ മേടിച്ച ഇന്ന് ലോകത്തിൽ നിലവിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് റഷ്യയുടെ S-400. അപ്പോൾ ആ S-400 2019 തോന്നുന്നു ടർക്കി ഒരു നാറ്റോ രാജ്യമായിട്ട് തന്നെ റഷ്യയുടെ നിന്ന് പോയിട്ട് S-400 മേടിച്ചു. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ടർക്കിയെ ഈ പ്രോഗ്രാമിൽ നിന്ന് അവർ ഒഴിവാക്കിയിരിക്കും പറഞ്ഞല്ലോ. കാരണം അമേരിക്കൻ ഫൈറ്റേഴ്സ് ഒരു രാജ്യം ഉപയോഗിക്കുമ്പോൾ ആ രാജ്യം റഷ്യയുടെ തന്നെ ഇതുപോലെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും സമ്മതിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. കാരണം അത് അവരുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഈ പറഞ്ഞ F-35 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ മൊത്തം ഡേറ്റ ഈ റഷ്യക്ക് കിട്ടാൻ സൗകര്യമൊരുക്കുന്നൊരു അവസ്ഥയാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ S-400 ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിനെതിരെയൊക്കെ അമേരിക്ക നേരത്തെ വളരെ ശബ്ദങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുകയും പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ അതൊക്കെ തൽക്കാലം ഇന്ത്യക്കെതിരെ അവർ വലിയ ആക്ഷൻ എടുത്തില്ല. അപ്പോൾ ഇന്ത്യ കുറച്ചൊക്കെ റഷ്യ ഡെലിവർ ചെയ്തു. പിന്നെ യുക്രൈൻ വാർ വന്നതിൻ്റെ കാരണം റഷ്യക്ക് ബാക്കിയുള്ള S-400 ഡെലിവറി നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പം ഇങ്ങനൊരു പ്ലാറ്റ്ഫോം S-400 എന്നുള്ള പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അമേരിക്ക ഈ F-35 നമുക്ക് തരാൻ തയ്യാറാണോ എന്നുള്ളൊരു വലിയ ചോദ്യങ്ങളുണ്ട്. അപ്പം ടർക്കിയുടെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F-35 എൻജിൻസ്, അതുപോലെ എൻജിൻ മെയിൻ്റനൻസ്, ഓവർഹോൾ ഇതൊക്കെ നടത്തുക എന്നുള്ളതായിരുന്നു ടർക്കിയുടെ റോളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ടർക്കിയതിനകത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം നെതർലൻഡ്സും നോർവേ ആണ് ഈ പറഞ്ഞ ടർക്കിയുടെ റോള് പിന്നീട് ചെയ്യുന്നതല്ലോ. അപ്പോൾ ടർക്കിക്ക് അങ്ങനെ വലിയൊരു തട്ട് കിട്ടിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വലിയ തിരിച്ചടി കിട്ടിയിട്ടിരിക്കുകയാണ് അവർക്ക് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക് പാർട്ണറായി മാറിക്കഴിഞ്ഞു. അപ്പം ഈ F-35 ഇനിയും ഇന്ത്യ വാങ്ങിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അമേരിക്ക ഈ S-400 നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് ഡെലിവറി ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ളൊരു, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ തയ്യാറാണെങ്കിൽ തന്നെ ഒന്നുകിൽ നമ്മളോട് പറയും S-400 ഇപ്പോൾ ഉപയോഗിച്ചിട്ട് അത് സ്ക്രാപ്പ് ചെയ്യുക, ഇനിയുള്ള ഡീൽ അത് സ്ക്രാപ്പ് ചെയ്യുക എന്ന് പറയും. ഇനി റഷ്യയുടെ നിന്ന് സാധനം മേടിക്കേണ്ട, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഉപയോഗിക്കേണ്ടതെന്ന് ഉള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് F-35 തരാൻ തോന്നാമല്ലോ. അപ്പോൾ ഇത് ഡ്യൂവൽ കേപ്പബിൾ ആണ്. 2 രീതിയിൽ കൺവെൻഷണൽ പരമ്പരാഗതമായിട്ടുള്ള ആയുധങ്ങളും ന്യൂക്ലിയർ വെപ്പൺസും ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഒരു രാജ്യത്തിന് ഇത് നൽകുകയാണെങ്കിൽ അമേരിക്കയുടെ അനുവാദമില്ലാതെ ഈ പറഞ്ഞ ആയുധം, ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല.
ഇപ്പോൾ ഉദാഹരണം ഇന്ത്യ F-35 മേടിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ ഇന്ത്യൻ പാകിസ്ഥാൻ നാളെ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ മുകളിൽ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ സാങ്ഷൻ ഇല്ലാതെ, പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനിയും പിന്നെ നേറ്റോ ഓപ്പറേഷൻസിന് യൂറോപ്പിൽ ഏതെങ്കിലും രാജ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്തിൽ UK പ്രൈം മിനിസ്റ്ററിന്റെ പെർമിഷൻ ഇല്ലാതെ ഈ പറഞ്ഞ ന്യൂക്ലിയർ ബോംബിങ് F-35 ഉപയോഗിച്ചിട്ട് നടത്താൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ പിന്നെ ക്രിട്ടിക്കലായിട്ടുള്ള ചില വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തിൽ അമേരിക്കയുടെ കിൽ സ്വിച്ച് എന്നൊക്കെ പറഞ്ഞ ചില പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ വെപ്പൺസ്, ഈ പ്ലാറ്റ്ഫോം വാങ്ങിക്കുമ്പോൾ നമുക്കിപ്പോൾ നാളെ ചൈനയുമായിട്ടോ അമേരിക്കയുമായിട്ടോ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതെ നമുക്കിത് ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, അമേരിക്ക അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് വെപ്പൺ സിസ്റ്റത്തിനെ ജാം ചെയ്യാനും ലോക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് മേടിച്ചു കഴിഞ്ഞാൽ. അത് ഏത് രാജ്യം ഇത് മേടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതെ അവർക്ക് ഏതെങ്കിലും രാജ്യത്തോട് യുദ്ധം ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസ് ഒന്നും ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഇങ്ങനെയുള്ള പ്രഷേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഇല്ല. കാരണം അമേരിക്ക ഒരു രാജ്യത്തിന് വെപ്പൺസ് കൊടുക്കുകയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ. 2021 ട്രംപ് ആദ്യം വന്നപ്പോൾ പിന്നെ 2020 UAE എബ്രഹാം അക്കോർഡ്സിലൊക്കെ ചേരുകയും ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് ഒക്കെ നോർമലൈസ് ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് UAEക്ക് F-35 കൊടുക്കാം അല്ലെങ്കിൽ വിൽക്കാം എന്നുള്ള പിന്നെ ധാരണയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2021 ഏകദേശം 50 F-35 $23 ബില്യൺ 50 UAEക്ക് കൊടുക്കാം എന്നുള്ളൊരു ധാരണയിലൊക്കെ വന്നതാണ്. പക്ഷേ പിന്നീട് ബൈഡൻ വന്നപ്പോൾ അത് ക്യാൻസൽ ചെയ്യണ്ടായി. ഈ സെയിൽ ക്യാൻസൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ UAE ചൈനയുടെ 5G ടെക്നോളജി, വാവേ കമ്പനിയിൽ നിന്ന് 5G ടെക്നോളജി പിന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ അമേരിക്ക UAEക്ക് ഈ പ്ലാറ്റ്ഫോം കൊടുക്കാൻ അവർ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അത് UAE അതിനകത്ത് നിന്ന് ആ കോൺട്രാക്റ്റിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്തു. പിന്നെ ഈ ഒരു പ്രോഗ്രാമായിട്ട് അത് മുന്നോട്ട് പോയില്ല. അപ്പോൾ നമുക്ക് നാളെ പാകിസ്ഥാനായിട്ട് ജനമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ F-35 ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അത് റഷ്യയുടെ ഭാഗത്തുനിന്നോ ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്നോ നമുക്ക് ഇങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസോ അല്ലെങ്കിൽ പ്രഷേഴ്സോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ യൂസർ എങ്ങനെ എപ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ, ഞങ്ങളുടെ പിന്നെ സാങ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കരുത് എന്നുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നും ഫ്രാൻസിൻ്റെ റഷ്യൻ്റെ ഭാഗത്തുനിന്നില്ല. പിന്നെ ഈ S-400 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഭാവിയിൽ അമേരിക്ക ഏത് തരത്തിലുള്ള തീരുമാനമായിരിക്കും നമുക്കെതിരെ എടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. ഒന്നുകിൽ അവർ പറയാം S-400 ഉപയോഗിക്കേണ്ട, അതിൻ്റെ ഉപയോഗം നിർത്തുക, റഷ്യയുമായിട്ട് ഈ നിലവിലുള്ള പിന്നെ എഗ്രിമെൻറ്റ് സ്ക്രാപ്പ് ചെയ്യുക, നിർത്തലാക്കുക എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞ് നമ്മൾ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ F-35 അവർ തരാൻ. എന്തായാലും ചുമ്മാ തരത്തില്ലല്ലോ അമേരിക്ക എന്നല്ല, ചുമ്മാ തരത്തില്ല. നമുക്ക് തീർച്ചയായിട്ടും അവന്മാരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ മുന്നോട്ട് വെക്കുക. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. അപ്പോൾ ടർക്കി നേരിട്ട പ്രശ്നം ഇത് തന്നെയായിരുന്നു. ടർക്കി റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം S-400 ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ടർക്കിയെ ആ F-35 പ്രോഗ്രാമിൽ നിന്നും എക്സ്പെൽ ചെയ്തു, പുറത്താക്കി. ഇപ്പോൾ ടർക്കിക്ക് F-35 കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇന്ത്യക്ക് F-35 കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യ 3 S-400 സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറയും. റഷ്യയിൽ ഓൾറെഡി നമ്മൾ മേടിച്ചത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇനിയും കിട്ടാനുള്ള 2-3 സിസ്റ്റം കൂടെ ഈ റഷ്യയിൽ നിന്ന് വരാനുണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനും പറയുമോ എന്നുള്ളൊരു പിന്നെ ആശങ്ക നമ്മളുടെ പോളിസി മേക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് ഇനിയും എന്താണെന്ന് നമുക്ക് മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഇന്ത്യ ഇത് മേടിക്കാൻ തയ്യാറാകുമോ ഇല്ലെന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നല്ലോ. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ F-35 കുറിച്ച് സിമ്പിളായിട്ട് പറയാനുള്ളത്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഈ F-35 റഷ്യയുടെ സുക്കോയിയുടെ ഒരു വേർഷൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡിഫറൻസ്, ഈ രണ്ട് പ്ലാറ്റ്ഫോംസ് തമ്മിലുള്ള കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള നോളജ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.